ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വണ്ടിയുള്ളവർ പ്രത്യേകിച്ച് 4-വീലറോ അതിനു മുകളിലോ ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ഫാസ്ടാഗ് KYC അല്ലെങ്കിൽ നോ യുവർ വെഹിക്കിൾ പ്രോസസ്സിനെ കുറിച്ച്. നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾക്ക് KYC ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഫാസ്ടാഗ് അക്കൗണ്ടുകൾക്കും ഈ ഒരു വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ RC ബുക്കും ഫോട്ടോയും അപ്ലോഡ് ചെയ്തുകൊണ്ട് ഫാസ്ടാഗ് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങളിത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫാസ്ടാഗ് അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ബ്ലോക്ക് ആവാം. അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ടോൾ പ്ലാസകളിൽ അത് വർക്ക് ചെയ്യുകയില്ല. ടോൾ പ്ലാസകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പിഴ നൽകേണ്ടി വരും. ഇവിടെ പ്ലീസ് എൻ്റർ യുവർ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ സ്പേസ് ഒന്നും കൂടാതെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. തുടർന്ന് താഴെ എൻ്റർ OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള വെരിഫൈ OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മുടെ വാഹനത്തിൻ്റെ RCയുടെ ഫ്രണ്ട് പേജിൻ്റെയും ബാക്ക് പേജിൻ്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ മാക്സിമം സൈസ് 2 MB മാത്രമേ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 2 MBയിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ റെസൊല്യൂഷൻ കുറച്ചതിന് ശേഷം പുതിയൊരു ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് കുറഞ്ഞ സൈസിലുള്ള ഫോട്ടോ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ 2 MBയിൽ താഴെയുള്ള ഫോട്ടോയാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ഫ്രണ്ട് പേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചുള്ള ഫോട്ടോ ആണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഫോട്ടോ ലൈബ്രറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, പുതിയൊരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ താഴെയുള്ള ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഫോട്ടോ ലൈബ്രറി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിന്നും നമ്മുടെ RCയുടെ ഫ്രണ്ട് പേജ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ RCയുടെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ നമുക്ക് ബാക്ക് സൈഡിൻ്റെ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നേരത്തെ പോലെ തന്നെ ആ ഒരു ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ RCയുടെ ഫ്രണ്ട് പേജിൻ്റെയും ബാക്ക് പേജിൻ്റെയും ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് താഴെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഇമേജാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ഇമേജാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് നൽകുക. തുടർന്ന് താഴെ വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇമേജാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇമേജും ഇത്തരത്തിൽ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് നൽകുക. തുടർന്ന് താഴെ നമ്മുടെ വാഹനത്തിൽ ഫാസ്ടാഗ് ഒട്ടിച്ചതിൻ്റെ ഒരു ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫോട്ടോയും കൂടെ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് നൽകുക. തുടർന്ന് ഇവിടെ താഴെയുള്ള ഈ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകുക.